ശ്രീ ആനത്തലവട്ടം, അത് നിങ്ങൾ ഒക്കെ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ ഘട്ടം വരുമ്പോൾ. അതുകൊണ്ടാണ് ചിലരെങ്കിലും മുന്നോട്ട് പോകുന്നത്. അത് അധികാരവുമായി ബന്ധപ്പെട്ട് ആഗ്രഹമുള്ള ചില ആളുകൾ മാത്രമേ അങ്ങനെ ചാടുന്നുള്ളൂ എന്നാണ് ഡീൻ മനസ്സിലാക്കുന്നത്. കുച്ചാരൻ ഡീൻ നല്ല ചുമക്കുട്ടിയാണ്, സിംഹക്കുട്ടിയാണ്, കോൺഗ്രസിൻ്റെ നല്ല യുവരക്തവുമാണ്. ആ കോൺഗ്രസ് അദ്ദേഹം പറയുകയാണ് ഞങ്ങളിങ്ങനെ തിരിച്ചു വരാനുള്ള എല്ലാ ശ്രമവും നടത്തി തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ്. അദ്ദേഹവും ഞാനും ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ചെന്ന് നമ്മളെല്ലാം ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് രാഷ്ട്രപിതാവായി ആദരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാഥറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമ 132 പട്ടണങ്ങളിൽ വയ്ക്കുകയാണ്. ഈ വീരശൂര സിംഹക്കുട്ടികൾ ആരും ഒരു അക്ഷരപതിനരായി ഉരിയാടി കാണുന്നില്ല. മഹാത്മാഗാന്ധിയുടെ പ്രതിമ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് മുമ്പിൽ അവർ 2 മാസം മുമ്പ് വെച്ച് ഇവിടെ ഗാന്ധിയെ കൊന്ന ഘാതകൻ്റെ പ്രതിമ വയ്ക്കുന്നത്. ഈ ചുണക്കുട്ടികളുടെ ശൗര്യമൊന്നും അവിടെ കണ്ടില്ല. ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയ പുണ്യ നദികളിലെല്ലാം അവരിപ്പോൾ ഗോഡ്സെയുടെ ചിതാഭസ്മം ഒഴുക്കുന്നു. ഒരു ശൗര്യവും കണ്ടില്ല. ഇക്കാര്യത്തിലൊക്കെ BJPക്ക് ബദലായി RSSന് ബദലായി ഞങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് സ്വാധീനമുള്ള കക്ഷിയെന്ന് പറഞ്ഞ് കിടക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുള്ളിടത്താണ് BJP വളർന്നത്. നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ നിങ്ങളുടെ ജന്മനാട്ടിൽ CPM ഉള്ളിടത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ് കേട്ടോ, വലിയ അഹങ്കാരമൊന്നുമില്ല. ബംഗാൾ നമ്മൾ 34 വർഷം ഭരിച്ചെങ്കിൽ പോലും അവിടുത്തെ ഭരണം പോയി ഞങ്ങൾക്ക് ഒത്തിരി ക്ഷീണമുണ്ട്. അത് ഞങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ ആ ബംഗാളിൽ പോലും 34 വർഷം ഭരിച്ചതിൻ്റെ മേന്മ നിങ്ങൾ മനസ്സിലാക്കണം. മതേതരത്വത്തിൻ്റെ മണ്ണാക്കി മതേതര വിശ്വാസികളുടെ നാടാക്കി ബംഗാൾ നിലനിർത്താൻ കഴിഞ്ഞ് BJPക്ക് അവിടെ 2 സീറ്റിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞതെന്ന് ഓർമ്മ വേണം. ത്രിപുരയും കേരളവും ഇടതുപക്ഷത്തിന് ഞങ്ങൾക്ക് സ്വാധീനമുള്ളതാണ്. എത്രയോ കാലമായി 90 വർഷമായി RSS ഇവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങും, നിയമസഭയിൽ ഒരു അംഗത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. RSSും BJPയും ശക്തിപ്പെട്ടത് നിങ്ങളുടെ മണ്ണിലാണ്. നിങ്ങളാണ് RSSും BJPയുടെയും വേഷം കെട്ടി ഈ മന്ത്രിസഭയിൽ ചേർന്നത്. എത്ര കോൺഗ്രസ് MPമാരും കേന്ദ്ര മന്ത്രിമാരുമാണ് ഇപ്പോൾ ഈ BJP മന്ത്രിസഭയിലുള്ളത്? BJPയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് BJPയെ നേരിടാൻ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. തിരിച്ചുവരവ് നമ്മളിപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ തിരിച്ചു വന്നതിൻ്റെയൊക്കെ സ്ഥിതി. ഞാൻ അവിടെ അതൊക്കെ വിടുന്നു. ഇപ്പോൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ തിരിച്ചു വരികയാണ്, ഞങ്ങളിങ്ങനെ ദുർബലപ്പെടുകയാണ്. ഞങ്ങൾക്കുള്ള ദുർബലതകൾ ഉള്ളതിനെ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ തിരുത്തുന്ന പാർട്ടിയാണ്. ഞങ്ങൾ തിരുത്തിപ്പോവും, അതിൽ തന്നെ പിടിച്ചെങ്കിലും പതിവില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി 14 മണിക്കൂർ സമയം ഒരു അഴിമതി കേസിൽ പ്രതിയായ ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ പോയി മൊഴി കൊടുക്കാനെന്ന ഒരു അവസ്ഥ ഉണ്ടായ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയാമോ? ശ്രീ ഉമ്മൻചാണ്ടി. ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പോൾ UDFനകത്തുള്ള മറ്റു കക്ഷികൾക്കും കൂടുതൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, അവരെല്ലാം പുറത്തേക്ക് നീങ്ങും എന്നാണോ CPM മനസ്സിലാക്കുന്നത്? ഞാനത് അവർ മാത്രമല്ല, കോൺഗ്രസിനകത്ത് ഡീൻ കുര്യാക്കോസിനെ പോലുള്ള ആളുകൾ എങ്ങനെ ഇതിനകത്ത് നിൽക്കും? ഈ അപമാനത്തിൻ്റെ കറ മുഴുവൻ ഇവരും പേറേണ്ടതല്ലേ? അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇവരിങ്ങനെ ചുണക്കുട്ടികളാകും, ഇവരിങ്ങനെ യൂത്ത് കോൺഗ്രസ്സായി നിൽക്കും. ഈ കൊലരായ്മ ശരിയല്ലെന്ന് പറയണ്ടേ? എന്തിനിവർ ഇപ്പോഴൊക്കെ നയിക്കുന്ന നേതാവായ VM സുധീരൻ അതേ മാർച്ചുമായി നടക്കുകയല്ല ജാഥ, ജനരക്ഷാ ജാഥ. ആരെന്നാണ് ഈ ജനങ്ങളെ രക്ഷിക്കാൻ പോണത്? കേരളം ഭരിക്കുന്നവരുടെ നിന്നാണോ? ഈ അഴിമതിക്കെതിരായിട്ടെല്ലാം വീരവാദം മുടക്കിയ ശ്രീ VM സുധീരൻ എന്തേ നിശബ്ദനായിപ്പോയത്? അത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നപ്പോൾ നെഹ്റുവിൻ്റെ മുമ്പിൽ പരാതി പറയാനായിപ്പോയി. ഇവിടുത്തെ നമ്മുടെ പഴയ CK ഗോവിന്ദൻ നായർ KPCC പ്രസിഡൻറ്റ്, അദ്ദേഹം ആർ ശങ്കറിനെതിരായിട്ടാണ് പരാതി പറയാൻ പോയി. ആർ ശങ്കർ മുഖ്യമന്ത്രി ആയപ്പോൾ ഇവിടെ വൈരമാല വാങ്ങി ട്രക്ക് നിലവിളക്ക് വാങ്ങിയെന്ന പരാതിയായിട്ടാണ്. അപ്പം നെഹ്റു പറഞ്ഞു, കളയ ഗോവിന്ദൻ നായർ, ഇവിടെ എഞ്ചിൻ സഹിതം ട്രക്കോട് കൂടി വിഴുങ്ങുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു വൈരമാല വാങ്ങിയതിന് ഒരു നിലവിളക്ക് വാങ്ങിയത് കൈക്കൂലി എന്നും പറഞ്ഞ് വരുന്ന നാണക്കേടല്ലേ എന്ന് പറഞ്ഞ് ഗോവിന്ദൻ നായരെ മടക്കി വിട്ട് ആ സ്ഥിതിയിലല്ലേ ഇരിക്കുന്നത് നിങ്ങൾ? റൈറ്റ്. ശ്രീ A സജീവൻ കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ സജീവൻ, UDFന്റെ പ്രതിസന്ധി വർദ്ധിക്കുന്ന അവസ്ഥയിലേക്കാണോ ഇന്നത്തെ സംഭവ വികാസങ്ങൾ എത്തിയിട്ടുള്ളത്? പ്രത്യേകിച്ച് കുഞ്ഞുമോൻ വരെ ഇന്ന് രാജിവെച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുമ്പോൾ. അല്ല, കുഞ്ഞുമോൻ്റെ രാജിയേക്കാൾ അതൊരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ നേരത്തെ തന്നെ കുഞ്ഞുമോൻ മറുകണ്ഠം ചാടാനായിട്ട് നിൽക്കുകയായിരുന്നു ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു വലിയ പ്രതിസന്ധി UDFനുണ്ടാക്കിയിട്ടുള്ളത് ഈ വിജിലൻസ് കോടതിയുടെ നിലപാടാണ്.
വിജിലൻസ് കോടതി വളരെ കർക്കശമായിട്ടുള്ള നിലപാടാണ് എടുത്തത്. FIR ഇട്ട് കേസെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മുഖ്യമന്ത്രിക്കെതിരെയാണ്. മുഖ്യമന്ത്രിക്കെതിരെയും മറ്റു പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെയുമാണ് ഈ ഒരു നിലപാട് കോടതി എടുത്തിട്ടുള്ളത്. അവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യം പോലുമില്ല എന്ന രീതിയിൽ കോടതി നേരിട്ട് വിജിലൻസിനോട് പറയുകയാണ്, നിങ്ങൾ വേറെ അന്വേഷണങ്ങളല്ല FIR ഇടൂ എന്ന് പറയുന്നത്. പറയാൻ കോടതി വളരെ ശത്രുതാ മനോഭാവത്തോടി പെരുമാറുന്നു എന്നൊക്കെ രീതിയിൽ UDF നേതാക്കന്മാർ പറഞ്ഞു. പക്ഷേ കോടതി ഇവിടെ എടുത്തിട്ടുണ്ടാവുക, എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് അവിടെ കോടതിക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു സ്ഥാപനത്തിൽ സരിത കൊടുത്ത മൊഴിയാണ്. സരിതക്കാലത്തിനിടയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പല കാര്യങ്ങളും നമുക്കൊക്കെ പലപ്പോഴും അപഹാസ്യമായി തോന്നിയിട്ടുള്ളതുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയാണെങ്കിലും ആർക്കെതിരെ ഒക്കെ പറയുകയാണെങ്കിലും അതൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിലാണ്, ഒരു അന്വേഷണ ഏജൻസി, ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഒരു കമ്മീഷന് മുമ്പാകെയാണ് ഇങ്ങനെയൊരു നിലപാട്, വളരെ വ്യക്തമായിട്ട് നിലപാട്. അത് ആദ്യത്തെ ദിവസം അറിയാതെ വെളിപ്പെടുത്തിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസവും അതേപോലെ തുടർന്നു, ഇനിയുള്ള ദിവസങ്ങൾ അത് പറയുന്നു, പുറത്തും ഇതേ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള 1,90,00,000 രൂപയുടെ ഒരു ധനാപകരണ ആരോപണം, അതിൽ വന്നിട്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജിയാണ്. ആ പൊതു താല്പര്യ ഹർജിയിൽ അത് വെറുതെ വഴിയിൽ വെച്ച് പറഞ്ഞു എന്നുള്ളതല്ല, ഒരു നിയമപരമായിട്ട് നിൽക്കുന്ന ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ മുമ്പാകെ പറഞ്ഞ മൊഴിയിൽ ഇങ്ങനെ വന്നുവെന്നും അത് പുറത്തു പറഞ്ഞുവെന്നും ഒരു വ്യക്തിക്ക് തോന്നിയിട്ട് അദ്ദേഹം കൊടുത്ത ഹർജിയിലാണ് കോടതി നിലപാടെടുത്തത്. അവിടെ പിന്നീട് ഇങ്ങനെ പറഞ്ഞോ അല്ലയോ എന്നുള്ള കാര്യം നോക്കേണ്ട ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം വളരെ സുതാര്യമാണ്, കോടതിയിൽ പറഞ്ഞായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. ഇനി മാത്രമല്ല, കോടതി വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. വളരെ ഈ കേസിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടിട്ട് ഒരു പോസ്റ്റ്മാൻ്റെ ദൗത്യം മാത്രമാണ് കോടതി ഏറ്റെടുത്തിട്ടുള്ളത്. അവിടെ കോടതിക്ക് ഒരു പ്രത്യേകമായ താല്പര്യമില്ല, അന്വേഷിച്ച് ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തേണ്ട ചുമതല വിജിലൻസിനാണ് എന്ന് പറഞ്ഞു, വിജിലൻസ് ഡയറക്ടർക്കാണെന്ന് പറഞ്ഞു. അവിടെയും കോടതി വിജിലൻസിനോട് കേസെടുത്തിട്ട് ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെ സർക്കാരിന് ഇതൊരു പ്രതിസന്ധിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. സരിതയെപ്പോലുള്ള ഒരാൾ പൂർണ്ണമായിട്ടും തെറ്റായ കാര്യമായിരിക്കാം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഒരു സംസ്ഥാന ഭരണകൂടത്തിൻ്റെ അധിപനായിട്ടുള്ള ആൾക്ക്, സാരഥിയായിട്ടുള്ള ആൾക്കെതിരെയാണ് ഈ ഒരു ആരോപണം ഉണ്ടായത്. അതിനെ ഒരു കേട്ടുകേൾവിയെന്നോ അല്ലെങ്കിൽ ഒരു ദുരാരോപണമെന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രേരണയാൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നൊക്കെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അവിടെ ഇതൊരു കേസ് തന്നെയാണ്. കേസിന് ആസ്പദമായിട്ടുള്ള സ്വകാര്യ അപ്പീലുമായി മുഖ്യമന്ത്രിയൊക്കെ പോകാൻ പോകുന്നുണ്ട്. ആ രീതിയിൽ പോയി ഈ പറഞ്ഞ ഒരു പരാമർശത്തിന്, വിജിലൻസ് കോടതിയുടെ പരാമർശത്തിന് അപ്പുറമുള്ള ഒരു ആശ്വാസം നേടിയെടുക്കുന്ന ഒരു ഘട്ടം എത്തിയാൽ പോലും UDFന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 2 മാസം അപ്പുറം നിൽക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി മറികടക്കാൻ എത്രത്തോളം സാധിക്കും? ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെതിരെ കോടതിയിൽ സ്വാഭാവികമായിട്ട് അപ്പീൽ പോകണം. അത് നിയമപരമായിട്ടുള്ള ഒരു കർത്തവ്യമാണ്, നിയമപരമായിട്ടുള്ള ഒരു അവകാശം കൂടിയാണ്. അത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പോകാം. അതിനിടയിൽ അദ്ദേഹം രാജിവെക്കണമെന്നൊന്നും അങ്ങനെ അത് പ്രതിപക്ഷത്തിന് ആവശ്യപ്പെടാം. പക്ഷേ നിയമപരമായിട്ട് അങ്ങനെ രാജിവെക്കേണ്ട ഒരു കടമയൊന്നുമില്ല. അദ്ദേഹത്തിന് പോകാം. അനുകൂലമായിട്ടുള്ള വിധി പലപ്പോഴും കിട്ടിയെന്നും വരാം, അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ബാർക്കോഴ കേസിൽ ബാബുവിനെതിരെ വന്നിട്ടുള്ള ആരോപണത്തിൽ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയല്ല ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. അത് 2 മാസത്തേക്ക് തടഞ്ഞു നിർത്തുകയാണ്, സ്റ്റേ ചെയ്യുകയാണ്. ആ കോടതി ഉത്തരവ് റദ്ദാക്കിയിട്ടില്ല, സ്റ്റേ ചെയ്യുകയാണ് ഇതിൽ. ഇതേപോലെ സ്റ്റേ ചെയ്യുമ്പോഴും ആ കോടതി എടുത്ത നിലപാടിനോട് അത് പൂർണ്ണമായിട്ട് തെറ്റാണ് എന്ന് മേൽക്കോടതി വിധിക്കുന്നില്ല, മേൽക്കോടതിയുടെ ഉത്തരവുണ്ടാവുന്നില്ല. ഇവിടെ കോടതി ഇത്രയും തിടുക്കത്തിൽ നടപടിയെടുക്കേണ്ടിയിരുന്നു, ചെയ്തതൊക്കെ നിയമപരമാണെന്ന് ഹൈക്കോടതി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇങ്ങനെ എടുക്കേണ്ടിയിരുന്നു എന്നൊരു ചോദ്യമാണ് ആദ്യം തന്നെ ചോദിച്ചിരുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ബാബുവിൻ്റെ പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് സ്റ്റേ ആണ്, അത് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇതേപോലെ മുഖ്യമന്ത്രി കൊടുത്ത് ഒരു സ്റ്റേ വാങ്ങുമ്പോഴും കേസായിട്ട് തന്നെ ഉണ്ട്. ആ തൽക്കാലം അതിൻ്റെ പ്രൊസീഡിങ്സ്
പൂർത്തിയാവാതെ നിൽക്കുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ പോലും അപ്പോൾ എന്തായാലും ഇവിടെ സരിത ഒരു ആരോപണം ഉന്നയിച്ചു, കൃത്യമായ കുറേ കണക്കുകൾ പറഞ്ഞു. അവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ഇനി തെളിയിക്കേണ്ട കാര്യമാണ്. സരിത അവരുടെ മുൻകാല ചരിത്രം മുഴുവൻ മോശമായതുകൊണ്ട് അവർ പറയുന്നൊന്നും അംഗീകരിക്കാൻ പാടില്ല. ബിജു രാധാകൃഷ്ണൻ്റെ ചരിത്രം അയാൾ കൊലപാതക കേസിൽ കുറ്റം ശിക്ഷിക്കപ്പെട്ട ആളാണ് എന്നുള്ളതുകൊണ്ട് അയാൾ പറഞ്ഞൊന്നും അന്വേഷിക്കാൻ പാടില്ലെന്ന് നിയമം പറയില്ല. നമുക്ക് രാഷ്ട്രീയമായിട്ട് പറയാം, പക്ഷേ അതൊന്നും പറയും. അങ്ങനെ നിയമം അത്തരത്തിലൊരു അവസരം ഒരു മാറ്റി നിർത്തൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സരിത പറഞ്ഞ കാരണങ്ങൾ ഉണ്ട്, സരിത തെളിയിക്കാനുള്ള തെളിവുകളുണ്ട് എന്ന് പറയുന്നു. ഇതുവരെയും സരിത പറഞ്ഞതിന് പലതിനെയും നമുക്ക് സ്വീകരിക്കാൻ മടിയായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പോലും പക്ഷേ സരിതയുടെ ഇപ്പോഴത്തെ പറയലിൻ്റെ രീതിയും അവരുടെ ബോഡി ലാംഗ്വേജും അവർ പറയുന്നത് ഇന്ന ദിവസം പോയി നിങ്ങൾ അന്നത്തെ ടെലിഫോൺ തെളിവുകൾ എടുത്തു നോക്കൂ, ഇതുണ്ട്, അതിൻ്റെ രേഖകൾ ഞാൻ ഹാജരാക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനെ അവർ ഹാജരാക്കിയാൽ നമ്മളത് നിഷേധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ സരിതയുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായി തന്നെ നിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് എന്തായാലും UDF കുറേ കൂടി തലവേദന സൃഷ്ടിക്കുന്നതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ, BJP ഈ ഘട്ടത്തിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ് എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. BJP 2 മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക തയ്യാറെടുപ്പുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഏത് രീതിയിലാണ് സംസ്ഥാനത്ത് കൂടെ ഉള്ളവരെയൊക്കെ സംഘടിപ്പിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രത്യേക എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് അങ്ങേക്ക് മനസ്സിലാകുന്നതാണെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ യാത്രയും കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം, സംസ്ഥാന സർക്കാർ തന്നെ വലിയൊരു പ്രതിസന്ധിയിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ ഇപ്പോൾ ശ്രീ സജീവനൊക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഒരു അഴിമതിയുടെ ഒരു വലിയ പോരാട്ടത്തിൻ്റെ കളമൊരുക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അവിടെ UDF നിന്ന് ചില കക്ഷികളെങ്കിലും പുറത്തേക്ക് ചാടാൻ നിൽക്കുന്നതും ഈ പറയുന്ന അഴിമതിയുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ്. അവിടെ നിങ്ങൾ എന്ത് വച്ചാണ് ആളുകളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ ഭാഗത്തേക്ക് ആരെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമല്ലല്ലോ നിങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഡോക്ടർ ലാലെ, തീർച്ചയായും ഈ കാര്യത്തിൽ ആദ്യം മുതൽ ആത്മാർത്ഥമായും സത്യസന്ധമായുമുള്ള നിലപാട് BJP സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായും ഇന്നത്തെ നിലയിൽ ഈ അന്വേഷണം ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു സമീപനത്തിന് പകരം ഇതെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം അതായിരുന്നു നാളിതുവരെ നടന്നത്. ഇപ്പോഴും അതാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഭരണകക്ഷി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമം നടത്തുന്നു. അതിനെ ഫലപ്രദമായി എതിർത്ത് ആ അന്വേഷണത്തെ സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമൊന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ കഴിഞ്ഞ കാലത്ത് നടത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ പ്രിയപ്പെട്ട ആനന്ദൻ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ്സിന് ഫലപ്രദമായി BJPയെ നേരിടാൻ കഴിയുന്നില്ല. അപ്പോൾ കോൺഗ്രസ്സിനെ നേരിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ കോൺഗ്രസ്സിനെ ഒന്നുകിൽ സഹായിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് BJPയെ നേരിടുക, ഇനി അല്ലെങ്കിൽ കോൺഗ്രസ് അവരെ സഹായിക്കുക, അവർ BJPയെ നേരിടാം. അപ്പോൾ ഈ നാളിതുവരെ ഭാരത രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അന്തരീക്ഷം കോൺഗ്രസ്സിന് ബദലായിട്ടുള്ള രാഷ്ട്രീയം അങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ 10 വർഷം മുമ്പുള്ള ചരിത്രം. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ദേശീയ രാഷ്ട്രീയം BJPക്ക് ബദലും എന്നുള്ള നിലയിൽ പോളറൈസ് ചെയ്തിരിക്കുന്നു, ധ്രുവീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് അതേ ധ്രുവീകരണം കേരളത്തിലേക്കും വരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് CPMൻ്റെ സമുന്നതനായ നേതാവ് ആനത്തലവട്ടം ഇവിടെ സൂചിപ്പിച്ചത്. കാരണം കോൺഗ്രസും അവരും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ എതിർക്കാൻ പോകുന്നു. ദേശവ്യാപകമായി അവരതാ ചെയ്യുന്നത്, അത് കേരളത്തിലും ചെയ്യാൻ പോകുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. കേരളത്തിൽ നിങ്ങൾ എതിർക്കേണ്ടൊക്കെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇല്ലല്ലോ ഇപ്പോൾ. തീർച്ചയായിട്ടും ഞങ്ങൾ വരികയാണ്. കാരണം കേരളത്തിൽ ഇന്ന് ഈ സരിതയുടെ ഒരു കാര്യം മാത്രമല്ല, ഇതിനു മുമ്പ് സാന്റിയാഗോ മാർട്ടിൻ്റെ തട്ടിപ്പുണ്ടായി, ശബരിനാഥൻ്റെ തട്ടിപ്പുണ്ടായി. ഈ നാട്ടിലെ സകല തട്ടിപ്പിനും ഇടതും വലതും മുന്നണി ഒരുമിച്ച് കൂട്ടു നിന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിരിക്കുന്നയാളെ അങ്കിളെന്ന് വിളിക്കുന്നു, വലതുപക്ഷത്തിരിക്കുന്നയാളെ അമ്മായിച്ചനെന്ന് വിളിക്കുന്നു. ഇത് മാത്രമാണ് വ്യത്യാസം. അപ്പം ആ നിലയിൽ ജനങ്ങൾ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയം ഇതിനുണ്ട്. യാഥാർത്ഥ്യബോധത്തോടു കൂടി സത്യസന്ധമായി ഈ വിഷയത്തെ അന്വേഷിക്കുന്നില്ല. ഇവിടെ പണത്തട്ടിപ്പ് നടത്തിയ തട്ടിപ്പ് സംഘത്തിന് എന്തു നടത്താനുള്ള സാഹചര്യം കേരളത്തിൽ ഒരുങ്ങുന്നു. മന്ത്രിമാർ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു, ഭരണാധികാരികൾ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു.
മന്ത്രി പുത്രന്മാർ അതിൻ്റെ ഭാഗമായി നിൽക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് മാറി മാറി വന്ന കാര്യമാണ്. ഇതെല്ലാം കണ്ടിരിക്കുന്ന കേരളത്തിലെ ജനസമൂഹം ഇതിൽ നിന്ന് ഒരു ഇത് എല്ലാ മോചനത്തിന് വേണ്ടി സ്ഥലത്തും കാത്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണോ ശ്രീ കൊച്ചിയിൽ ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് എത്തിച്ചേർന്നിട്ടുണ്ട്, ശ്രീ രാധാകൃഷ്ണ മേനോൻ, എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് കേന്ദ്രത്തിലെ ചില ആരോപണങ്ങളും കാണുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തോന്നുക. അവിടെയും ഈ അഴിമതിയുടെ കാര്യത്തിൽ ചില ആരോപണങ്ങളൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ടല്ലോ, പല രീതിയിലും വ്യത്യസ്തമാണെങ്കിൽ തന്നെ. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, മുൻഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ചില പ്രതിസന്ധികൾ വന്നപ്പോൾ, തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിൽ അത് വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി BJPയെ കൂട്ടുപിടിച്ച കഥകളാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്, ഇടതുപക്ഷത്തിനൊക്കെ പറയാനുള്ളത്. ഒരുപക്ഷെ അരുവിക്കരയിൽ വരെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന BJPയാണ് 2ാം സ്ഥാനത്തുള്ളത്, ഞങ്ങൾ അവരുമായിട്ടാണ് മത്സരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഒരു മാന്ത്രിക വിദ്യ ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ചത്. ഇവിടെ ആ വിദ്യയിലൂടെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഉപ്പിനോടൊപ്പം നിൽക്കുന്നവർ കാണുന്ന മറ്റേ പാളയം ഇടതുപക്ഷമാണ് എന്ന രീതിയിൽ ചില കാര്യങ്ങളെങ്കിലും സൂചിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങ് തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ PC ജോർജ്, ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടി, ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ പുറത്തേക്ക് വരുന്നത്, ഇനി വരാനിരിക്കുന്നവരും കാണുന്നത് അവർ BJPയിലേക്കല്ല പോകുന്നത് എന്നുള്ളതാണ് ആനത്തലവട്ടവും കാണുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, നിങ്ങളുടെ ഭാഗത്ത് തന്ത്രങ്ങൾ മാറ്റിച്ചവിട്ടേണ്ടി വരും. അല്ല BJPയിലേക്ക് BJPയെ ഉമ്മൻചാണ്ടി എതിർത്തത് ശരിയായില്ല എന്നതാണ് CPM നേതാക്കന്മാർ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് എന്താ മറുപടി ഉള്ളത്? BJPയെ ശത്രുപക്ഷത്ത് നിർത്തിയല്ലേ കോൺഗ്രസ് എന്നും എക്കാലവും രാജ്യത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ മുഖ്യമന്ത്രി സംസാരിച്ചാൽ അത് തെറ്റ്. BJPക്കെതിരെ അന്ന് മുഖ്യമന്ത്രി സംസാരിച്ചത് തെറ്റായി പോയെങ്കിൽ പിന്നീട് എന്തിനാണ് ഇപ്പോൾ വലിയ എന്താ പറയുക, ഇപ്പോൾ വലിയ BJP വിരുദ്ധതയിൽ ഞങ്ങളാണ് മുൻപിൽ എന്നാണ് ഇപ്പോൾ CPM നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവസരവാദ രാഷ്ട്രീയമാണ്. കോൺഗ്രസിൻ്റെ നിലപാട് സംശുദ്ധമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ നേട്ടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇടതുമുന്നണി എന്നും എക്കാലത്തും 2006 അന്ന് എന്താ പറയുക, നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം സൃഷ്ടിച്ചത് നമ്മൾ കണ്ടു. 2011 അത് ആവർത്തിക്കാൻ അവർ ശ്രമിച്ചു. ഇപ്പോൾ 2016 ആകുമ്പോൾ ഇവിടെ കഴിഞ്ഞ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കുറേ തെരഞ്ഞെടുപ്പുകളിൽ UDFന് വിജയിക്കാനായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ വലിയ വിജയമൊന്നും ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല. ചെറിയ ഒരു വോട്ട് ഷെയർ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അതിന്റെ പേരിലൊന്നും ഇടതുമുന്നണി ഓർമ്മിപ്പിക്കുന്നത് അവർക്ക് തന്നെ അറിയാവുന്ന വിജയങ്ങൾ നിങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ മാജിക് എന്ന് പറയുന്നത് അവിടെ BJPയൊക്കെ ചൂണ്ടിക്കാട്ടി എന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ തന്ത്രം പയറ്റാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കുന്നു. ഇപ്പോൾ അഴിമതിയാണ് വലിയ പ്രശ്നമായിരിക്കുന്നത്. അതിൽ തൂങ്ങി നിങ്ങൾ എങ്ങനെയാണ് പ്രതിസന്ധി മറികടക്കുന്നത് എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതിനെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. അവരുടെ പ്രക്ഷോഭം നാളെ മുതൽ ആ വഴിക്കാണ്. അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തിലെ BJPയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് കാണുന്നത്. ഞാൻ പറയട്ടെ, അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ബാർക്കോഴ വിവാദം ഏറ്റവും വലിയ കൊടുമ്പിരി കൊണ്ടു നിന്ന കാലഘട്ടത്തിലാണ് അരുവിക്കര തെരഞ്ഞെടുപ്പ് നടന്നത്. ഞങ്ങൾ വിജയിച്ചില്ലേ? എന്തിൻ്റെ പേരിലാണ് വിജയിച്ചത്? ഐക്യജനാധിപത്യ മുന്നണി അനുവർത്തിക്കുന്ന സുതാര്യമായ നിലപാടുകൾക്ക് പൊതുസമൂഹം അംഗീകാരം നൽകുന്നുണ്ട്. അരുവിക്കരയിൽ വിജയിച്ചു. അതിനു മുമ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഭരണത്തിലിരിക്കുന്ന ഒരു മുന്നണിക്ക് അനുകൂലമായി കേരളത്തിൽ വിധിയെഴുത്ത് നടക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു? ഈ സോളാർ വിവാദം തന്നെയായിരുന്നല്ലോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ ചർച്ചയാക്കിയത്. ജനം അത് തിരസ്കരിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെ മുട്ടിന് മൊഴി മാറ്റുന്നവരെയും അതുപോലെ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവരെയും ഗവൺമെൻറ് ഒരുപാട് വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ജനങ്ങൾക്കത് തിരിച്ചറിയാനുള്ള വിവേകബുദ്ധിയുണ്ട്. അപ്പോൾ ബാർ മുതലാളിമാരും ബിജു രമേശിനെ പോലെയുള്ള ആളുകളും ബിജു രാധാകൃഷ്ണനെ പോലെയും സരിതാ നായനെ പോലെയുള്ള ആളുകളെ കൂട്ടി നിർത്തിക്കൊണ്ട് നിലവാരമില്ലാത്ത രാഷ്ട്രീയം കളിച്ച് ഐക്യമുന്നണിയെ പ്രതിരോധത്തിൽ ഏർപ്പെടുത്താമെന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം വൃഥാവിലാവുകയിൽ ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ലല്ലോ. PC ജോർജിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന അധികാര സ്ഥാനം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇനി ഒരു ചോർച്ചയും ഉണ്ടാകില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും UDF പാളയത്തിൽ തന്നെ ഉണ്ടാകും എന്നാണോ ഡീൻ കുര്യാക്കോസ് ഉറച്ചു വിശ്വസിക്കുന്നത്? അല്ല, KB ഗണേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ തോന്നിവാസം നടപ്പിലാക്കാനുള്ള അവസരം ഐക്യമുന്നണിയിൽ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ പരാതി അതാണ്.
അച്ഛനെ സംരക്ഷിച്ചത് തെറ്റായി പോയി എന്ന് ഒരു ഘട്ടത്തിലും സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ഘട്ടത്തിലും അദ്ദേഹം നിലപാട് മാറ്റുമ്പോൾ അതിനനുസരിച്ച് നിലപാടെടുത്തില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പം ഇങ്ങനെയുള്ള അവസരവാദ രാഷ്ട്രീയക്കാർ അവരാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിട്ടുള്ളത്. കോവൂർ കുഞ്ഞുമോൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം 1 വർഷം മുമ്പ് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ് വിലപിച്ച് പുറത്തു പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ എവിടേക്ക് പോയാലും ഞങ്ങൾക്ക് അത്രയും സമാധാനമേ ഉള്ളൂ, വളരെ സന്തോഷമാണ്. ഐക്യമുന്നണി കേരളീയ സമൂഹത്തിന് മുൻപിൽ ഉയർത്തിപ്പിടിക്കുന്ന സുതാര്യമായ നിലപാടുമായി മുൻപോട്ട് പോകും. ഇവിടെ ഞാൻ മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവസാനം ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കാരണം ഇവിടെ സരിത നായരെ സംരക്ഷിച്ചു ഈ ഗവൺമെൻറ് എന്ന് ആരോ പറഞ്ഞു. 33 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രാധാകൃഷ്ണ മേനോൻ ഇതിന് തൊട്ടുമുമ്പ് സംസാരിക്കുകയായിരുന്നല്ലോ, BJP നേതാവ്. ഈ ഗവൺമെൻറ് സരിതാ നായർക്ക് എന്ത് സൗജന്യമാണ് നൽകിയിട്ടുള്ളത്? ഒരു ലെറ്റർ പാഡ് പോലും എന്താ പറയുക ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ ബിജു രാധാകൃഷ്ണന്. അപ്പോൾ ഏതായാലും എന്ത് ആനുകൂല്യമാണ് സർക്കാരിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്? സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവർക്ക് ഒരു സംരക്ഷണവും നൽകിയില്ല. 33 കേസുകൾ അത് കാര്യങ്ങൾ കൊടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പല രീതിയിലുള്ള നിരീക്ഷണങ്ങളുണ്ട്. പക്ഷേ കൈക്കൂലി കൊടുത്താൽ തന്നെ വലിയ പ്രശ്നമാണല്ലോ, കാര്യങ്ങൾ നടത്തി കൊടുത്തില്ലെങ്കിൽ. അല്ല, ആർക്കെങ്കിലും കാശ് മേടിച്ചു കൊടുത്തില്ല. അല്ല, നാട്ടു നടപ്പ്, നമ്മളൊക്കെ ഈ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിക്കട്ടെ, പണം കൊടുത്തിട്ട് അങ്ങനെ രാഷ്ട്രീയമാണ്, അങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം നടത്തുന്ന ആളുകൾക്ക് വഴങ്ങി കൊടുക്കാതിരുന്നു എന്നതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്ത തെറ്റെങ്കിൽ, ഐക്യജനാധിപത്യ മുന്നണി അതിന് അനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റെങ്കിൽ, എന്നാണല്ലോ നിങ്ങൾ നാളെ അപ്പീലിലൂടെ പറയാൻ പോകുന്നത്. എന്ത് പൊതു താല്പര്യ ഹർജിയാണ് ഇന്ന് കൊടുത്തത്? ഇവിടെ അതാണോ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീ വളരെ പെട്ടെന്ന് ഒരു മൊഴി മാറ്റി പറയുന്നു. ഇത്രയും കാലം ഇതിനു മുമ്പൊക്കെ അവർ പറഞ്ഞു, എനിക്ക് അവർ പറഞ്ഞതിനെ ഒന്നും ഏറ്റുപിടിക്കാൻ താല്പര്യമില്ല. അവരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള CPM നേതാക്കന്മാരടക്കം, ജയരാജൻ അടക്കം എന്താ പറയുക, കോഴ വാഗ്ദാനം നൽകിയതിനെ സംബന്ധിച്ചൊക്കെ CPM നേതൃത്വം മറുപടി പറയട്ടെ. എന്തെങ്കിലും നാണവമാനം ഉണ്ടെങ്കിൽ അവർ ഈ പറയുന്ന സരിതാ നായരുടെ പിറകെ ഇപ്പോഴും നടക്കുകയാണെന്ന് സരിതാ നായർ ഇന്നും പറഞ്ഞിട്ടുണ്ട്. നാണവമാനമുള്ള ആരെങ്കിലും അവർക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച് വന്നിരിക്കും ഇവിടെ. ഡീൻ കാണുന്നത് CPM നേതാക്കൾ മാത്രം സരിതാ നായരുടെ പിറകെ നടക്കുന്നതാണ്. പക്ഷേ നമ്മൾ കേട്ട ശബ്ദം KPCCയുടെ നേതാവ് ശ്രീ തമ്പാനൂർ രവിയുടേതാണ്. അദ്ദേഹമാണ് സരിതാ നായരുടെ മൊബൈലിൽ മിസ്ഡ് കോളുകൾ അടിച്ച് തിരിച്ചു വിളിപ്പിച്ചത് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നത്. അല്ല, തമ്പാനൂർ രവി അതിനെ സംബന്ധിച്ച് എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. തമ്പാനൂർ രവി ഏത് സാഹചര്യത്തിലാണ് പരപ്രേരണയാൽ ഇവർ എന്താ പറയുക വിരുദ്ധമായ മൊഴി നൽകരുത് എന്ന കൃത്യമായ ഉദ്ദേശത്തിൽ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെന്നത് പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇന്നലെയും മാധ്യമ ചർച്ചയുണ്ടായിരുന്നു. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. മാധ്യമ സ്ഥാപനമാണല്ലോ. PC ജോർജിനെ പോലെയുള്ള ആളുകൾ അവർ നടത്തുന്ന സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ അവർ അങ്ങോട്ടാണോ, ഇവിടെ തമ്പാനൂർ രവിനെ ഇങ്ങോട്ട് വിളിച്ചതാണ്, അല്ലാതെ അങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല. സരിതാ നായർ പോലും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും PC ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾ നൽകുന്ന സംരക്ഷണം അവർ എന്താണ്, ഞാൻ ചോദിക്കട്ടെ, നട്ടലുള്ള നേതാക്കന്മാരാണ് PC ജോർജിനെ പോലെയുള്ള ആളുകളെങ്കിൽ, KB ഗണേഷ് കുമാർ ഇപ്പോഴും ഒരു കത്ത് പറയുന്നുണ്ടല്ലോ. ഈ കത്ത് എവിടെയാണ്? ഈ കത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അപ്പോൾ അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ആരാണ്? ഈ ഇടതുമുന്നണി നേതാക്കന്മാർ. നിങ്ങളുടെ ആരെങ്കിലും ഫോൺ സംഭാഷണം അല്ലെങ്കിൽ ഈ ഇടതുമുന്നണി നേതാക്കന്മാരുടെ ഫോൺ സംഭാഷണം പരിശോധിച്ചാൽ കൃത്യമായിട്ട് വിവരം കിട്ടുമല്ലോ. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 30 പേജുള്ള കത്ത് 4 പേജുള്ള കത്തായത് ആര് ഭരിക്കുമ്പോഴാണ്, ആരുടെ നിയന്ത്രണത്തിലുള്ള ജയിലിനകത്താണ് ഇതൊക്കെ നടന്നത്? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ആരാണ് ഉത്തരം പറയേണ്ടത്? ഡീൻ ആരാണ് ഉത്തരം തരേണ്ടത്? അല്ല, അതല്ലേ ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് സരിതാ നായർ ജയിലിനകത്തായതും ബിജു രാധാകൃഷ്ണൻ കൊലപാതക കേസിൽ പ്രതിയായതും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതും. മുമ്പ് ഇതൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെ ജയിലിനകത്താക്കിയത് കൊണ്ടാണ് സരിതാ നായരുടെ കത്ത് ഈ 30 പേജ് 4 പേജ് ആക്കാൻ പറ്റിയത്. അവർ പുറത്തുണ്ടായിരുന്നുവെങ്കിൽ ആ പേജുകളൊക്കെ എല്ലാവരുടെയും കയ്യിലേക്ക് എത്തിയേനെ എന്നാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ സംശയിക്കുന്നത്. ആ കത്ത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നിങ്ങളിപ്പോഴും സരിതാ നായരെ, അല്ലെങ്കിൽ CPM ഇപ്പോഴും സരിതാ നായരെ വിശ്വസിക്കുന്നുവല്ലോ. സരിതാ നായർ പറയുന്നത് വിശ്വസിക്കുന്നുവല്ലോ.
എന്നാൽ സരിതാ നായരോട് പറയൂ, അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർ PC ജോർജും ഗണേഷ് കുമാറും ഒക്കെ വഴി ആ കത്തിങ്ങ് പുറത്തു കൊണ്ടുപോവാ. അപ്പോൾ ഏതായാലും ഇവിടെ ഒന്നും മറച്ചു വയ്ക്കാനില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, 33 കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് തന്നെ, അല്ലെങ്കിൽ ആ കാലഘട്ടം ഏതാണ്ട് 2 വർഷക്കാലം മുമ്പാണ്. 2 വർഷക്കാലം മുമ്പ് തന്നെ ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല സരിതാ നായർ എന്ന് സ്വയം ബോധ്യമുള്ള ഒരു സ്ത്രീയാണവർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പറയുകയാണ് 2 വർഷക്കാലം ഞാൻ കാത്തിരുന്നു, എനിക്ക് കുറേ പണം ലഭിക്കാനുണ്ട്. ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? 2 വർഷക്കാലം ഇവിടെ 33 കേസും രജിസ്റ്റർ ചെയ്ത് അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഇതിനും അപ്പുറത്തൊരു എന്താ പറയുക, അവരുടെ വ്യവസായ സംരംഭങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളും എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? ഇവിടെ ഈ ഗവൺമെന്റിന്റെ ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ്, നമുക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതും ഈ സോളാർ കേസ് അട്ടിമറിക്കപ്പെടുന്നുണ്ടോ, ആ കേസിന്റെ അന്വേഷണത്തിനൊടുവിൽ സത്യം പുറത്തേക്ക് വരുമോ, ഇത് ഏത് രീതിയിലാണ് രാഷ്ട്രീയ കക്ഷികൾ നോക്കുന്നത്?